ഗായ്സ് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് റിലീസായത്. എന്നാലും സാരമില്ല, നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ട്രൈ നോക്കാം. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉബുണ്ടു 25 റിലീസ് ചെയ്തിട്ടുണ്ട്. 25.04. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ വിൻഡോസ് 10 എഡിഷനാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 10 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് 10 ഞാൻ കുറേ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രൊഡക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോസ് 10 റിമൂവ് ചെയ്തിട്ട് ഉബുണ്ടു ചെയ്യാൻ പോകുന്നില്ല. കാര്യം കുറേ വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉബുണ്ടുവിൽ പറ്റില്ല. ഇൻ കേസ് വൈനൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ എന്നാലും ഇതിൻ്റെ അത്രയും വലിയ എന്താ പറയുക സ്പീഡ് കിട്ടില്ല. അവിടെ വൈൻ്റെ അകത്ത് ഒരു എമുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ അത്രയും ഒരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡുവൽ ബൂട്ട് ചെയ്താലോ, ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉബുണ്ടു 24.04 ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. പിന്നെ വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് റാസ്പെറി പൈ ഉണ്ട്, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ റാസ്പെറി പൈൻ്റെ അകത്ത് ഒരു സാധനം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ റൺ ചെയ്തോട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഡുവൽ ബൂട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിൻഡോസ് 10 ഉബുണ്ടു 25.04 കൂടെ ഡുവൽ ബൂട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോസിനെ തൊടാനേ പാടില്ല. വിൻഡോസ് സി ഡ്രൈവ് ഫോമാറ്റ് പാർട്ടീഷൻ ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നിങ്ങളത് റൺ ചെയ്ത് ഇൻ കേസ് നിങ്ങൾ ഉബുണ്ടുവിനകത്ത് വല്ലതും മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സി ഡ്രൈവ് പാർട്ടീഷൻ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റേ ഒരു ഭാഗം വിൻഡോസ് ഒരു ഭാഗം ഉബുണ്ടു അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും ഞാൻ ഉബുണ്ടുവിനകത്ത് പോയി പൈപ്പിൻ്റെ എന്തോ പ്രശ്നമായി. അപ്പോൾ അങ്ങനെയാണ് എല്ലാം പോയത്. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഉബുണ്ടു നമുക്ക് ഒന്ന് ഉബുണ്ടുവിടെ ന്യൂസ് 25.04 റിലീസായത് പ്ലക്കി പഫിനെന്നാണ് പേര്. അപ്പം പ്ലക്കി പഫിൻ്റെ അകത്ത് നമുക്ക് പോവാം. പ്ലക്കി പഫിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ കുറേ ടൊറൻറ്റും ISOയും ബാക്കി ഐറ്റംസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അത് ഇപ്പം ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബ്ലോഗാണ് കാണേണ്ടത്. എന്തൊക്കെയാണ് ഉള്ളത്, അന്ന് യൂസേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്ത സാധനങ്ങൾ, എത്ര മിനിമം റിക്വയർമെൻറ്റ്സ് വേണം അതിൻ്റെ റൺ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സംഭവങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് കൊടുക്കാം. ചെക്കൻ 17 ഏപ്രിൽ. ഓക്കെ, അപ്പം 4 ദിവസം പറയാം, 5 ദിവസം എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ യൂസ് ചെയ്യാൻ ജനം 48 ആണ് ചെക്കൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 46 ആണ് 24.04 യൂസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് ഇങ്ങനെ പോകാം. ഇവിടെ ബൂട്ട് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്, കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നേരെ ഇങ്ങോട്ട് പോകാം. ഉബുണ്ടുവിടെ റിലീസ് അവിടെ അല്ലല്ലോ, ubuntu.com അകത്തല്ലേ ഡൗൺലോഡ് ഉബുണ്ടു ഡെസ്ക്ടോപ്പിൻ്റെ അത് പോകാം. അതിൻ്റെ അകത്ത് താഴെ ഒരു കിളി ഇരിക്കുന്നതാണ്. കിളിയുടെ പെങ്കിലാണ് എന്താ ഒരു സീൻ്റെ മോളിൽ ഒരു സാധനം ഇരിക്കുന്നു. അപ്പോൾ അതാണ് ഉബുണ്ടു 5.04 സാധനം. അപ്പോൾ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്കാളർ യൂസ് ആയിട്ട് റിലേറ്റഡ് ഹാർഡ്വെയർ. പിന്നെ ജനം 40 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനം 48 ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പേഴ്സ് ഫാന്റാസ്റ്റിക്, അത് നോർമൽ ഫീച്ചറായിട്ട് വെച്ചേക്കുന്നത് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് കസ്റ്റമർ ക്യാമറസിൽ പോകും. അപ്പോൾ നമുക്ക് 2 GHz ഡുവൽ കോർ പ്രോസസ്സർ ആണ് ബെറ്റർ. നമുക്ക് അതിനേക്കാൾ മുകളിലുള്ള സാധനമാണ് ഉള്ളത്. പിന്നെ 4GB സിസ്റ്റം മെമ്മറി, നമ്മൾ 8GB സിസ്റ്റം മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. 25 നമുക്ക് 200GB ഓളം സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് USB പോർട്ട്. ഒക്കെ ഞാൻ ഒരു SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. SD കാർഡ് നമ്മുടെ SD കാർഡ് ടു USB ഡ്രൈവ് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ സാധനം, അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റാം എന്നാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റാളർ മീഡിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ സക്സസ് നമുക്ക് ഈതർനെറ്റ് കണക്ഷൻ ഫുൾ സ്പീഡിലുണ്ട്. അപ്പോൾ ചെക്കനെ റാസ്പെറി പൈ ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്കിനി നേരെ ഇങ്ങോട്ട് പോകാം. ഇവിടെ 2 സാധനം കിടക്കുന്നത് കാണാൻ കഴിയും. ഇതിലുള്ള AMD64 ആർക്കിടെക്ചർ അതെന്ന് വെച്ചാൽ ഈ PC ഇൻ കേസ് നമുക്ക് ഇന്റൽ കോർ അങ്ങനത്തെ ഒരു 64 ആർക്കിടെക്ചർ ഉള്ള പ്രോസസ്സറിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6GB ഉള്ള ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ബട്ട് നിങ്ങൾ ഈ റാസ്പെറി പൈ പോലത്തെ മിനി ഡിവൈസസ് ഓർ ARM പ്രോസസ്സർ ഉള്ള ഡിവൈസസ് ആണെങ്കിൽ നിങ്ങൾ താഴത്തെ 3.6GB ഉള്ള ISO ഇമേജ് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ബട്ട് ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇന്റൽ 64 ആർക്കിടെക്ചർ ഉള്ള ഒരു പ്രോസസ്സർ കോർ i5 പ്രോസസ്സർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡസ് 6GB ISO ഇമേജാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. മോഡസ് അവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നതിന് ഞാൻ 1 സെക്കൻഡ് മുമ്പ്
ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതേ ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 മിനിറ്റ് കൂടെ ഉണ്ട്. അത് സംഭവിച്ച് ഞാൻ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തു, അപ്പോൾ തെറ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് വെച്ചാണ്. സോറി ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മിനിറ്റ് എടുക്കും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റൂഫസിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ SD കാർഡ് എന്ന് ചെറുതായിട്ട് ഫോർമാറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്. നിങ്ങൾക്ക് ഈ ബനാന എഡിഷൻ യൂസ് ചെയ്യാം. ബനാന എഡിഷൻ്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ പക്ഷേ ജെറ്റ് പാക്കൊക്കെ സംഭവം ചെയ്യാനായിട്ട് അവർ മറ്റേ ബനാന എഡിഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ റൂഫസാണ് യൂസ് ചെയ്തത്. സംഭവം വെച്ചാൽ ബനാന എഡിഷൻ്റെ അകത്ത് ഫൈനൽ വെരിഫൈങ് എന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം ഇട്ട് തേക്കുകയാണ്. വെരിഫൈങ് എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ എറർ വന്നിട്ട് നമ്മളൊരു 2 മണിക്കൂർ വടിയായി പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റൂഫസ് അങ്ങനെ ഉപയോഗിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇത് കുറേ പ്രശ്നങ്ങളുണ്ടായി ഈ ബനാന എഡിഷൻ സംഭവം യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ റൂഫസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിന് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈപ്പാണ്. പോർട്ടബിൾ ആണെങ്കിൽ നമുക്കൊരു EXE ഫയലിൽ നിങ്ങൾ ഡൗൺലോഡ്സ് ഫോൾഡറിലോ നിങ്ങൾ എങ്ങോട്ടാ കോപ്പി ഇട്ടേന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു പോർട്ടബിൾ. സോ ഞാനിപ്പം ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെക്കിൻ്റെ റൂഫസ്. അപ്പോൾ റൂഫസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോറി യെസ് റണ്ണല്ല റൂഫസാണ്. റൂഫൂസ് അങ്ങ് ഓപ്പൺ ചെയ്യാം. യെസ് കൊടുക്കണം. ഓക്കേ എവിടെ ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു SD കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് 32 GB. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഇമേജ് ഫ്ലാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഇവിടെ ഉള്ള എല്ലാ പാർട്ടീഷനും റിമൂവ് ചെയ്ത് അതിൻ്റെ സിംഗിൾ പാർട്ടീഷൻഡ് ഡ്രൈവായിട്ട് കൺവേർട്ട് ചെയ്തു. ക്ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പോയി ഇവിടെ PCൻ്റെ അകത്ത് സെക്കൻഡ് 30 GB ഡിസ്കാണ്. ഓക്കെ. നമ്മളപ്പം ഈ C ഡ്രൈവിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് എടുത്ത് ഇട്ടേക്കുന്നത്. പിന്നെ D ഡ്രൈവിലാണ് വേറൊരു വിൻഡോസ് എടുക്കുന്നത്. പക്ഷേ ഇത് ഈ ഡിയും ഇയും പക്ഷേ ഡിയുടെ ഒരു പാർട്ടീഷൻ ഒരു ഡബിൾ സ്പ്ലിറ്റ് എടുത്തേക്കുന്ന ഒരു ഭാഗമാണ് ഈ എന്ന് പറയുന്നത്. സോ അപ്പം ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് എല്ലാം എടുത്ത് ഇടാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അപ്പം എനിക്ക് തോന്നുന്നത് സാധനം ഇൻസ്റ്റാൾ തോന്നുന്നതല്ല, അതിന് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ഇവനെ ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് ഫയൽ മാനേജറിൽ ഡൗൺലോഡ്സിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉബുണ്ടുയുടെ AMD 64 ഇത് 5.84 GB ആണ് സാധനം. ക്ലോസ് ചെയ്യുക. നേരത്തെ പറഞ്ഞപ്പോൾ റൂഫൂസ് ഓപ്പൺ ചെയ്യുക. റൂഫൂസ് ഓപ്പൺ ചെയ്യുക. സോ റൂഫസ് ഓപ്പൺ ചെയ്തിട്ട് യെസ് കൊടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ എന്നിട്ട് അത് വരുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് നമ്മൾ നേരത്തെ കൊടുത്ത് SD കാർഡ് ചൂസ് ചെയ്യണം, മറന്നു പോയത്. പിന്നെ ഡിസ്കൈസ് പ്ലീസ് സെലക്ട്. അപ്പോൾ സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കണം. അവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനം ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ എന്നിട്ട് ഫൈനലി സ്റ്റാർട്ട് കൊടുക്കണം. ഇത് റൈറ്റിൻ്റെ ISO ഇമേജ് മോഡ് റെക്കമെൻഡഡ് ആണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ അവൻ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം. സോ ഇൻ കേസ് നിങ്ങൾ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ G ഡ്രൈവ്, അത് നമ്മുടെ SD കാർഡ് പെർഫോമൻസിൻ്റെ അകത്ത് G ഡ്രൈവ് അതിൻ്റെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. ഇതൊരു കുറച്ച് സമയം എടുക്കും. 0.2% ആയിട്ടുള്ളൂ ഇത്ര സമയമായിട്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഫസ് നമ്മുടെ ഉബുണ്ടു 25.04 ISO ഇമേജ് നമ്മുടെ SD കാർഡിലേക്ക് റൈറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ്. സോ സ്റ്റാറ്റസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ 6 മിനിറ്റ് 31 സെക്കൻഡ് എടുത്താണ് നമ്മുടെ ഉബുണ്ടു 25.04 നമ്മുടെ SD കാർഡിലേക്ക് റൈറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. നമുക്കിനി ഫയൽ മാനേജറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ള ആവശ്യമുള്ള എല്ലാ അതിനകത്ത് കിടപ്പുണ്ട്. സോ ഇനി നമുക്ക് ഈ വിൻഡോസ് ഒന്ന് ക്ലോസ് ചെയ്ത്
നമുക്ക് നേരെ ഇനി എന്തുവാ ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. സോ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് വിൻഡോസ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ക്യാമറ മുന്നിൽ വരാം. ഹലോ ഫ്രണ്ട്സ്, സോ നമ്മൾ ഇവിടെ SD കാർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കീബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കീബോർഡ് സെക്കോളത്തില്ല, അതുകൊണ്ടാണ്. സോ ഈ കീബോർഡിൽ ചുമ്മാ തന്നെ കീസ് അടിച്ച് വിടുന്നത്. ഇത് ഊരാനുള്ള ഒരിതും ഇല്ല ആക്ച്വലി. സോ എനിവേ നമുക്ക് ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബയോസിൻ്റെ അകത്തേക്ക് കയറാം. സോ F2 അടിച്ചുകൊണ്ടിരിക്കാം. F2 ആണ്. ഫൈനലി ഇത് ഈ കീബോർഡുണ്ടല്ലോ തന്നെ കമാൻഡ്സ് അയച്ചുകൊണ്ടിരിക്കുക അവൻ്റെ ഇഷ്ടത്തിന്. ഓക്കെ, എനിവേ നമുക്ക് സൈഡിലേക്ക് പോകാം, ബൂട്ടിൽ പോകാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂട്ട് പ്രയോറിറ്റി ഓർഡേഴ്സാണ്. സോ ബൂട്ട് മാനേജർ ഉണ്ട്, ഇത് വേറെന്തോ സാധനം, പിന്നെ ലിൻഫസ് ലൈറ്റ്. സോ ലിൻഫസ് ലൈറ്റാണ് നമുക്ക് ആദ്യം കൊണ്ടുവരേണ്ടത്. സോ ലിൻഫസ് ലൈറ്റ് ആദ്യം കൊണ്ടുവരാനായിട്ട് നമുക്കിത് ഇവിടെ താഴെ ചേഞ്ച് വാല്യൂസ് എന്ന് പറഞ്ഞ് F5 or F6 അടിക്കാൻ പറ്റും. സോ ഇവിടെ റൈറ്റിൽ എഴുതിയിട്ടുണ്ട് F6 to move it up less or F5 to move it on less. F6 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകാം, ലിൻഫസ് ലൈറ്റിലേക്ക് പോകാം. സോ ഈ പൊട്ട കീബോർഡ് താഴെ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ലിൻഫസ് ലൈറ്റിൽ പോയിട്ട് നമുക്ക് F6 അടിച്ച് അവനെ ചെക്കനെ മുകളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ മുകളിൽ കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ F10 അടിക്കേണ്ട ആയിട്ടുണ്ട്. അപ്പോൾ F10 ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി, ബാക്കി അവൻ ചെയ്തു. ചമാൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, വെൽക്കം ടു ഉബുണ്ടു, പ്രിപ്പയറിങ് ഉബുണ്ടു. ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് ഓയിസ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഉബുണ്ടു ആണ്. പക്ഷേ യൂസ് ചെയ്യുന്ന വിൻഡോസ് ആണെന്നേ ഉള്ളൂ ഗൈസ്. അത് പിന്നെ എന്ത് ചെയ്യാൻ, കുറേ ആപ്സൊക്കെ അവിടേക്ക് കിടക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഉബുണ്ടു ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ഉബുണ്ടു ആണ്. അതിൻ്റെ അകത്ത് റാസ്പിയ, പക്ഷേ ലിനക്സ് തന്നെയാണ് സാധനം. പിന്നെ അവിടെ ജസ്റ്റ് നാനോ ഇല്ലാത്ത ഉബുണ്ടു ആണ്. സോ എല്ലാവർക്കും ഉബുണ്ടു ആണ്. അത് ഉബുണ്ടു വർക്കുള്ളൂ, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഉബുണ്ടു ഇഷ്ടമാണ്. ഉബുണ്ടു ഇഷ്ടമാണ്. ഇവിടെ SD കാർഡ് അതുകൊണ്ടാണ് ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെ സെറ്റ്. ഇംഗ്ലീഷാണ് നമുക്ക് ആകെ അറിയാവുന്ന ലാംഗ്വേജ്. ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യാം. മലയാളത്തെക്കാളും നമുക്ക് ഇംഗ്ലീഷ് അറിയാം. സോ നമ്മൾ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം. സോ ഇവിടെ അക്സസിബിലിറ്റി ഹിയർ നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. കൊള്ളാൻ ഈ ഫോട്ടോ ഒക്കെ സീന്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് US കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. കണക്ട് ടു ഇൻ്റർനെറ്റ്. ഞാൻ ഇപ്പം ഈഥർനെറ്റ് ഈ മഞ്ഞ വേദ കണ്ട അതൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇൻസ്റ്റോൾ ഉബുണ്ടു ആണ്. അത് എങ്ങോട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചക്കൻ കാണിക്കും. ഇൻട്രാക്റ്റീവ് ഓക്കെ, അത് മതി. ഇൻട്രാക്റ്റീവ് മതി. എവിടെയെങ്കിലും തന്നെ അവൻ ചെയ്ത് കുഴപ്പമില്ല, ബാറ്ററി ഉണ്ട്. ഓക്കെ, നമുക്ക് മുകളിലൊക്കെ മതി. നമുക്ക് സ്പേസ് ഇൻസ്റ്റാൾ റെക്കമെൻഡഡ് സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി ഓക്കെ, നമുക്ക് അതങ്ങ് കൊടുത്തേക്കാം. അത് വേണ്ട, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. സോ ഇത് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, അതവൻ റെക്കമെൻഡഡ് സാധനങ്ങളൊക്കെ അവൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യം പറയാമല്ലോ, ഹ്യൂമൻ ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫോട്ടോസ് സംഭവമൊക്കെ പ്രീവിയസ് 24/3 ആണെങ്കിൽ പോലും ഇത്രയ്ക്കൊരിതില്ല. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. സോ അത് ചെക്കൻ വിൻഡോസ് ബൂട്ട് മാനേജർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ്സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് പാർട്ടീഷൻ. നമുക്ക് SDA ഇതാണ് തോന്നുന്നു. SDA 5 തേഞ്ഞിട്ടോന്ന് ഡൗട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെയിമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക്
എന്ന് പറഞ്ഞു കൊടുക്കാം. പാസ്വേഡ് ഈസർ എന്ന് കൊടുക്കാം. ഈസർ ലാപ്പ്. ഉബുണ്ടു വന്നിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഉബുണ്ടു ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഉബുണ്ടു ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഉബുണ്ടു കിടന്ന് കറങ്ങുമോ ഇല്ലേ എന്ന് ഓക്കെ, ഉബുണ്ടു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കിടന്ന് കറങ്ങുന്നു. പക്ഷേ ഗൈസ് സാധനം വന്നു. പുള്ളി കേട്ടാ പറയാതിരിക്കാൻ വയ്യ. സെറ്റ്. ഓക്കെ, വെൽക്കം. ഓക്കെ, നമുക്ക് വടകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോൺ ഷെയർ. ഓക്കെ, ഫിനിഷ്. അടിച്ച് പൊളിക്കണം കേസ്. നമുക്കിനി സെറ്റ് കുറേ സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ സിസ്റ്റം സാധനം ഉണ്ട്. സിസ്റ്റത്തിൻ്റെ മോണിറ്റർ ഉണ്ട്. സിസ്റ്റം മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. CPU ഒന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. RAM 1.6 GB യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെ. ശരി, നമുക്കിനി ജസ്റ്റ് ഇവിടെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഫയൽ മാനേജർ ഈ ഐക്കണൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ നേരത്തെ ഉള്ള അതിൻ്റെയൊക്കെ സെയിം തന്നെയാണ്. അതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഐക്കൺസും UIനും വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല. അവന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല അവന്മാർ. സോ ഇനി നമുക്ക് ജസ്റ്റ് ഫയർഫോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലാഗിരിക്കേണ്ടതുള്ള എല്ലാം കൂടെ ഓൺ ചെയ്തിട്ട്
ഓക്കേ. നമുക്ക് ഇത് HDD ആയതുകൊണ്ടാണ് ഭയങ്കര ലാഗ് അടിച്ച് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ യൂട്യൂബ് എന്ന് അടിച്ചു നോക്കാം. യൂട്യൂബ് ഉണ്ട്. ഇതിൻ്റെ 4K വീഡിയോ എല്ലാം അടിച്ച് വെച്ച് നോക്കാം. ഓക്കെ, നമുക്കൊരു 4K വീഡിയോ അടിച്ച് നോക്കാം. വോളിയം ഒന്ന് കൂട്ടി നോക്കാം. പൊളി. ഞാൻ ഫുൾ സ്ക്രീൻ ഒന്ന് ആക്കിയിട്ടൊന്ന് 4K ആക്കി നോക്കാം. വാവ്, നല്ല സ്മൂത്ത് കേസ്, ഒരു സീനും ഇല്ല. കേട്ടോ, ഈ ക്യാമറ 4K അല്ലാത്തതുകൊണ്ടാണ് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, എനിവേ നമുക്കിനി ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉബുണ്ടു ഓൾമോസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് പക്ഷേ ടെർമിനൽ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് സൂടെ ആർട്ട് അപ്ഡേറ്റ് കൊടുത്ത് നോക്കാം. പാസ്വേഡ് എന്തുവായിരുന്നു? ഈസ. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു നമുക്കിനി ഒന്ന് ക്ലോസ് ചെയ്തിട്ടേ ഒന്ന് റീബൂട്ട് ചെയ്ത് നമുക്ക് വിൻഡോസ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ല നോക്കണ്ട. അതെല്ലാം ഇമ്പോർട്ടൻ്റ്. നമുക്ക് വിൻഡോസാണ് വേണ്ടത്. വിൻഡോസ് അത്യാവശ്യമാണ്. മറ്റേ SDA ആണ് കാണിക്കുന്നത്. NV സാധനം വരുന്നില്ല. SDA 0 ആണ് കാണിക്കുന്നത്. ഞാൻ ഒട്ടിന്ന് തോന്നുന്നു, അറിയില്ല. വന്നിട്ടുണ്ട് വിൻഡോസ് ബൂട്ട് മാനേജർ. താഴേക്ക് പോവാം, കടന്ന് പോവാം താഴേക്ക്. ചെക്ക ചുമ്മാ ഇനി ചെക്ക. അവനെ വർക്ക് ചെയ്തിട്ടില്ല, മറ്റവനെ സമ്മതിക്കത്തുമില്ല തന്നെ വർക്ക് ചെയ്യാൻ. എന്തായി എന്തോ വന്നു. എന്താണോ ക്ലിക്ക് ചെയ്യാനായി ഈ ഗൈസ് ആരെങ്കിലും ഒന്ന് ഹിറ്റാണ് ഈ പൊട്ട കീബോർഡ് ഒന്നും മാറ്റാനായിട്ട്. പക്ഷെ കളയാനായിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇത് ഫൈനലി എന്തോ വന്നു. ഞാൻ എൻട്രോ എടുത്ത് നോക്കാം അത് ഏതാ വരുന്നതെന്ന്. ഏതാണോ വരുന്നത്? യെസ് ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കീബോർഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചാനലില്ല, നമുക്ക് USB ഉണ്ടല്ലോ. 209 പാസ്വേഡ് ഞാൻ പറഞ്ഞിരിക്കാം. ഇനി എന്തായാലും നമുക്ക് വിൻഡോസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വിൻഡോസ് എല്ലാം കളികളും പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. സീന് ഓക്കെ ഗൈസ്, നമ്മൾ ലൂസാക്കി നോക്കാം. കുറച്ച് ലാഗാക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം പെർഫോമൻസ്. കിടുവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. യെസ്, ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ ഗൈസ്, നമ്മുടെ വിൻഡോസ് 10 നേരത്തെ കാണിച്ച സാധനം ഇപ്പം ക്ലീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് ആണ്. ഓക്കെ, എല്ലാം സൂപ്പർ. VS കോഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ സീന്. നമുക്ക് ഇവിടെ പോവാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രൈവ് യൂസ് ചെയ്യാൻ നോക്കാം. ബെസ്റ്റ്. അപ്പം എവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തത്? ഡ്രൈവ് ഇവിടെ കാണിക്കുന്നില്ലൊന്നും. സൗമ്യ എവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തത്? ഇത് വേറെ WSL ആണ് ഇത് സാധനം. പറഞ്ഞ WSL ആവശ്യമില്ലല്ലോ. ഇവിടെ WSL ഉണ്ട്. ഞാൻ WSL പണ്ട് ഇൻസ്റ്റാൾ ചെയ്ത സാധനം പണ്ട് ഇൻസ്റ്റാൾ ചെയ്ത. ഓക്കെ, അപ്പം നമുക്കേ ഇതിപ്പം നല്ല സാധനമാണ്, കൊള്ളാം. പക്ഷേ വിൻഡോസ് 10 ഡീഫോൾട്ട് ആക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ സുബൂട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാധനം, കൊള്ളാം, പൊളി.